Hello everyone, welcome back. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ടല്ലോ ഒരു മാനിഫെസ്റ്റേഷൻ മെത്തേഡാണ്. 2 കപ്പ് മെത്തേഡ് എന്ന് പറയും. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും 2 കപ്പ് മെത്തേഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അത് എങ്ങനെ നമുക്ക് നമ്മുടെ ലൈഫിൽ പ്രയോജനപ്പെടുത്താമെന്ന് നോക്കാം. നമുക്ക് എന്ത് ആഗ്രഹം സാധിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. ഫൈനാൻഷ്യൽ അബണ്ടൻസ്, നിങ്ങൾക്ക് പണത്തിന് വേണ്ടി, റിലേഷൻഷിപ്പുകൾ അതിന് വേണ്ടി, റിലേഷൻഷിപ്പൊക്കെ കുറച്ചുകൂടെ നല്ലതാക്കാൻ വേണ്ടി, പിന്നെ നമ്മൾക്ക് ജോലി സംബന്ധമായിട്ടുള്ള എന്ത് ആഗ്രഹമാണെങ്കിലും അതിന് വേണ്ടി നമുക്കിത് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പം ഇതിന് പ്രത്യേകിച്ച് ലിമിറ്റേഷനും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത ഒരു മെത്തേഡാണ്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്കിത് ചെയ്യാനും പറ്റും. സോ നമുക്ക് എല്ലാവർക്കും ഒന്ന് ചെയ്ത് നോക്കാവുന്ന ഒരു മെത്തേഡ് കൂടിയാണ് 2 കപ്പ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഈ മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം പറയാം, എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു 2 കപ്പ് മെത്തേഡിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞാൻ പറയാം. അതിനു മുമ്പ് ഇതിനൊരു സയൻസ് വശമുണ്ട്. അതായത് ഇത് ബേസ് ചെയ്തിരിക്കുന്ന ക്വാണ്ടം ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതായത് നമ്മുടെ മൾട്ടിവേഴ്സ്, അതായത് ഇൻഫിനൈറ്റ് റിയാലിറ്റീസ് ഒക്കെ ഉണ്ടെന്നാണല്ലോ ഇതിൽ പറഞ്ഞു വെക്കുന്നത്. സോ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു 2 കപ്പ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 കപ്പ് മെത്തേഡിൽ നമ്മുടെ കറണ്ട് റിയാലിറ്റിയെ നമ്മുടെ ഡിസൈഡ് റിയാലിറ്റിയിലേക്ക് പെട്ടെന്ന് തന്നെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡായിട്ടാണ് പരിഗണിക്കുന്നത്. അതായത് നമ്മളുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ് കറണ്ട് റിയാലിറ്റി എന്ന് പറയുന്നത്. ഈ നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മൾക്ക് മാറ്റം വരാൻ ആഗ്രഹിക്കുന്ന ഒരവസ്ഥയാണ് നമ്മളുടെ ഡിസൈഡ് റിയാലിറ്റി എന്ന് പറയുന്നത്. സോ നമ്മുടെ കറണ്ട് റിയാലിറ്റിയെ ഡിസൈഡ് റിയാലിറ്റിയിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. സോ അതെങ്ങനെയാണെന്നാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ 2 കപ്പ് മെത്തേഡിന് എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 കപ്പ്, പേരിലുണ്ടല്ലോ 2 കപ്പ്, അപ്പോൾ 2 കപ്പ് വേണം. പിന്നെ അതിൽ എഴുതി ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വൈറ്റ് പേപ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും പേപ്പർ എടുക്കുക, ചാർട്ട് പേപ്പറോ എന്തെങ്കിലും ആയിക്കോട്ടെ, അത് കുഴപ്പമില്ല. പിന്നെ അതിൽ എഴുതാൻ വേണ്ടി ഒരു പേന വേണം. ഇനി അത് ഒട്ടിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഗ്ലൂ വേണം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിക്കി നോട്ട്സ് എടുക്കാം. അതിൽ ഓൾറെഡി പശ ഉണ്ടല്ലോ, അത് ഒട്ടിച്ച് വെച്ചാലും മതി. പിന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് വെള്ളമാണ്. ഓക്കെ, അപ്പോൾ വെള്ളത്തിന് ഒരു പ്രത്യേകതയുണ്ട്. വെള്ളം എന്ന് പറയുന്നത് എനർജിയുടെ ഒരു കണ്ടക്ടറാണ്. ഈ വെള്ളം നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഈ ഒരു മെത്തേഡിൽ നമ്മളുടെ ഇൻറ്റൻഷനെ വെച്ച് നമ്മളുടെ വാട്ടറിനെ ചാർജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ അതിന് നല്ല വൈബ്രേഷൻസും ഉള്ള ഒരു സാധനമാണ് വാട്ടർ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മെത്തേഡിൽ വാട്ടർ ചാർജ് ചെയ്ത് അത് നമ്മളുടെ ഡിസൈഡ് റിയാലിറ്റിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് 2 കപ്പ് വേണമെന്ന് പറഞ്ഞല്ലോ. സോ നമുക്ക് സാധാരണ കുപ്പി ഗ്ലാസ് ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം നമ്മൾ അതിലൊഴിക്കുന്ന വെള്ളം നമുക്ക് കാണാൻ പറ്റണം. ക്ലിയർ ആയിട്ടുള്ള ഗ്ലാസ് ആണെങ്കിൽ ഏറ്റവും നല്ല അതായിരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും 2 ഗ്ലാസ് എടുക്കുക. ഓക്കെ, അപ്പോൾ സാധാരണ കുപ്പി ഗ്ലാസ് ആണെങ്കിൽ ഇതാണ് നല്ലത്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഗ്ലാസ് എടുത്തതിന് ശേഷം ഒരു പേപ്പറിൽ നിങ്ങൾ ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥ എഴുതുക. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ ഒരു ജോലി ചെയ്യുവാണ്, നിങ്ങൾ അത്ര സാറ്റിസ്ഫൈഡ് അല്ല എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണോ അതങ്ങ് എഴുതുക. ഓക്കെ, അതായത് ഞാൻ ഈ ജോലി സ്റ്റക്കായിട്ട് ഇങ്ങനെ നിൽക്കുവാണ്, അതല്ല നിങ്ങളുടെ ഇപ്പോഴത്തെ റിയാലിറ്റി, അത് എഴുതി വയ്ക്കുക. ഓക്കെ, ഇനി മറ്റേ ഗ്ലാസ്സിൽ, രണ്ടാമത്തെ ഗ്ലാസ്സിൽ നമ്മൾ എഴുതി വെക്കേണ്ടേ നിങ്ങൾക്ക് ആ ഡിസയർ കഴിഞ്ഞ് കിട്ടിയാലത്തെ അവസ്ഥ എന്താണ്. അപ്പോൾ നിങ്ങളുടെ ജോലിയെക്കുറിച്ച് നിങ്ങളോട് ഒരാൾ ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ഞാൻ വളരെ ഫുൾഫില്ലിംഗ് ആയിട്ടുള്ള, ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു ജോലി, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ഉയർന്ന ശമ്പളമുള്ളൊരു ജോലിയിലാണ്, ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ജോലിയിൽ എന്നല്ലേ പറയുള്ളൂ. അപ്പോൾ അതാണ് അവിടെ എഴുതേണ്ടത്. അതായത് ഉയർന്ന ശമ്പളമുള്ള വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു ജോലിയിലാണ് ഞാനിപ്പോൾ. ഓക്കെ, അതാണ് നമ്മുടെ സെക്കൻഡ് ഡിസൈഡ് റിയാലിറ്റി, അല്ലെങ്കിൽ രണ്ടാമത്തെ ഗ്ലാസ്സിൽ നമ്മൾ എഴുതി ഒട്ടിക്കേണ്ടത്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ ഫിനാൻസിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് പറയാം, ലെറ്റ്സ് സേ നമ്മളുടെ കറണ്ട് ബാങ്ക് ബാലൻസ്, ഇപ്പോൾ നിങ്ങളുടെ ബാങ്ക് ബാലൻസ് എത്രയാണ്, ഏകദേശം എത്രയാണ് എഴുതുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പെസിഫിക് ആയിട്ട് എഴുതാം കേട്ടോ, വളരെ സ്പെസിഫിക് ആയിട്ട് എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇപ്പോൾ എൻ്റെ സാമ്പത്തിക സ്ഥിതി പരിങ്ങലിലാണെന്ന് എഴുതാം. അതല്ല, നിങ്ങളുടെ ബാങ്ക് ബാലൻസ് കൃത്യമായിട്ട് എഴുതാമെങ്കിൽ കൃത്യമായിട്ട് എഴുതുക. അതിനുശേഷം നിങ്ങൾക്ക് എത്ര രൂപയാണ് ബാങ്ക് ബാലൻസിൽ ഉണ്ടായിരിക്കുമ്പോൾ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആവാൻ പോകുന്നത്, ആ ഒരു എമൗണ്ട് മറ്റേ ഗ്ലാസ്സിൽ എഴുതുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു 30,000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വേണം, അല്ലെങ്കിൽ അതാണ് നിങ്ങളുടെ ആ ഒരു ഡിസയർ എന്ന് വിചാരിക്കുക. അപ്പം നിങ്ങൾ എൻ്റെ മൈ കറണ്ട് ബാലൻസ് എന്ന് പറഞ്ഞിട്ട് എഴുതുന്നത് എന്താണ്? 30,000 റുപ്പീസ്, അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള ബാങ്ക് ബാലൻസ് 30,000 രൂപ എന്ന് എഴുതുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇത് തന്നെ ഫോളോ ചെയ്യും. ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏതാണ് അവസ്ഥ അത് എഴുതുക. ഇനി നിങ്ങൾക്ക് എങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പാണ് ആവശ്യം, അതാണ് രണ്ടാമത്തെ ക്ലാസ്സിൽ എഴുതേണ്ടത്. ഓക്കെ, നടന്നു കഴിഞ്ഞു എന്നുള്ള രീതിയിൽ വേണം രണ്ടാമത്തെ ക്ലാസ്സിൽ എഴുതാനുള്ള കാര്യം ഓർക്കുക.
ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള വെള്ളം ഉണ്ടല്ലോ അത് ഈ ഗ്ലാസ്സിലേക്ക് ഫസ്റ്റ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക. ഓക്കെ, അതായത് നമ്മുടെ കറണ്ട് റിയാലിറ്റി എഴുതുന്ന ഗ്ലാസ്സിലേക്ക് വെള്ളം ഒഴിക്കുക. അത് ഏകദേശം ഒരു 3/4 ഭാഗത്തോളം ഒഴിച്ച് വെച്ചാൽ മതി. ഒഴിച്ചു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഗ്ലാസ് കയ്യിലെടുത്ത് പിടിക്കാം. കയ്യിലെടുത്ത് പിടിച്ചിട്ട് നിങ്ങൾ അതിൽ എഴുതിയിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുക. ഓക്കെ, അതിലേക്ക് ഒരുപാട് ഇമോഷണലായി പോകരുത്, അതിനെക്കുറിച്ച് ജസ്റ്റ് ചിന്തിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ അനുഭവം കൊണ്ട് കുറച്ച് കാര്യങ്ങൾ ജീവിതത്തിൽ മനസ്സിലായിട്ടുണ്ടായിരിക്കുമല്ലോ. അതിന് യൂണിവേഴ്സിന് നന്ദി പറയുക. ഓക്കെ, അതിന് യൂണിവേഴ്സിന് നന്ദി പറയുക. അതിനുശേഷം ഈ ഗ്ലാസ്സിലെ വെള്ളം നമ്മളുടെ ഡിസൈഡ് ആയിട്ടുള്ള ആഗ്രഹം എഴുതി വെച്ചേക്കുന്ന ഗ്ലാസ് ഉണ്ടല്ലോ അതിലേക്ക് ഒഴിക്കുക. ഓക്കെ, സാവധാനം ഒഴിക്കുക. നിങ്ങൾ ആ സൗണ്ടൊക്കെ ഹിയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. നിങ്ങളൊരു കാര്യമുണ്ട്, ഈ ഒരു മെത്തേഡ് ചെയ്യുമ്പോൾ നിങ്ങൾ വളരെ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാത്ത കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് ചെന്നിരുന്ന് ചെയ്യുക കേട്ടോ. നൈറ്റിലൊക്കെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അന്തരീക്ഷമൊക്കെ വളരെ കാമായിട്ടിരിക്കുന്ന സമയത്ത് ചെയ്യുക. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് ഇങ്ങനെ വെള്ളം ഒഴിക്കുമ്പോൾ നിങ്ങൾ ആ വെള്ളത്തിൻ്റെ സൗണ്ടൊക്കെ ഹിയർ ചെയ്യണം. വളരെ ശ്രദ്ധയോടുകൂടി വേണം അത് ചെയ്യാൻ. അപ്പോൾ വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചതിന് ശേഷം ഈ രണ്ടാമത്തെ ഗ്ലാസ് എടുത്ത് കൈ പിടിക്കുക. ഈ രണ്ടാമത്തെ ഗ്ലാസ്സിലാണ് നിങ്ങളുടെ എല്ലാ പവറും നിങ്ങൾ കൊണ്ടുവരേണ്ടത്. അതായത് നിങ്ങളുടെ ആഗ്രഹം നടക്കാൻ പോകുന്ന ആ മാനിഫെസ്റ്റേഷൻ നടക്കാൻ പോകുന്ന കാര്യമാണ് ഇപ്പം നിങ്ങളുടെ കയ്യിലിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളിതിനെ എങ്ങനെയാണ് കാണേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ആഗ്രഹം നടന്ന് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങളുടെ എമോഷൻ എന്തായിരിക്കും അതാണ് നിങ്ങൾ അപ്പോൾ ചിന്തിക്കേണ്ടത്. സോ ഈ രണ്ടാമത്തെ ക്ലാസ് എടുക്കുമ്പോൾ കംപ്ലീറ്റ് നമ്മുടെ ഫീലിങ്സ് കൊണ്ടുവരണം. ഫസ്റ്റ് ക്ലാസ്സിൽ അത് പാടില്ല. രണ്ടാമത്തെ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് ഫീലിങ്സ് അതിലേക്ക് കൊണ്ടുവരണം. അതിനുശേഷം നമ്മൾ കണ്ണടയ്ക്കുക. കണ്ണടച്ചതിന് ശേഷം റിംഗ് ടെക്നിക്ക് ചെയ്ത പോലെ തന്നെ നമ്മൾ ഈ കാര്യം വിഷ്വലൈസ് ചെയ്യുക. അതായത് നമ്മളുടെ ഡിസൈഡ് ആയിട്ടുള്ള കാര്യം നടന്നതായിട്ടും നമ്മൾ ആ ഒരു സിറ്റുവേഷനിലായിരിക്കുന്നതായിട്ടും നമ്മൾ വിഷ്വലൈസ് ചെയ്യുക. വിഷ്വലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ കണ്ണുകൾ അടച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഒരു എനർജി ഈ വാട്ടറിലേക്ക് പോകുന്നതായിട്ട് സങ്കല്പിക്കുക. ഓരോ വാട്ടർ പാർട്ടിക്കിളിലൂടെയും ഇത് സഞ്ചരിക്കുന്നതായിട്ട്, ഈ എനർജി സഞ്ചരിക്കുന്നതായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. ഓക്കെ, അങ്ങനെ നിങ്ങളുടെ ഒരു 2 മിനിറ്റ് എങ്കിലും നിങ്ങൾ ആ ഒരു ഗ്ലാസ് കൈ പിടിച്ചുകൊണ്ട് ആ വെള്ളത്തിനെ ചാർജ് ചെയ്യണം, നിങ്ങളുടെ ഡിസയർ സാധിച്ചു എന്ന രീതിയിൽ. ഓക്കെ, അതിനുശേഷം നിങ്ങൾ പതിയെ ആ വെള്ളം അങ്ങ് കുടിക്കുക. പതിയെ സാവധാനം കുടിച്ചാൽ മതി, ധൃതി വെച്ചൊന്നും കുടിക്കണ്ട. പതിയെ ആ വെള്ളം അങ്ങ് കുടിക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ മെത്തേഡ് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾ യൂണിവേഴ്സിന് നന്ദി പറഞ്ഞുകൊണ്ട് വേണം ഇത് അവസാനിപ്പിക്കാൻ. നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുക. അതിനുശേഷം നിങ്ങളുടെ ആ ഒരു ഇൻറ്റൻഷൻ യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുക. ബാക്കി കാര്യം യൂണിവേഴ്സിനെ ഏൽപ്പിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു മെത്തേഡ് നമ്മൾ റെഗുലറായിട്ട് ചെയ്യേണ്ട ഒരു മെത്തേഡ് അല്ല, എല്ലാ ദിവസവും ചെയ്യേണ്ട ഒരു മെത്തേഡ് അല്ല. ഒരു ഇൻറ്റൻഷന് വേണ്ടി ഒരിക്കൽ മാത്രം നമ്മൾ ചെയ്താൽ മതി. പക്ഷെ അതിനു മുമ്പ് നമ്മൾ നമ്മുടെ മനസ്സിനെ ഒരുക്കണം. ഇപ്പോൾ റെയിൻബോ മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ട് എല്ലാവർക്കും റെയിൻബോ കാണാൻ പറ്റില്ല, പക്ഷേ ഭൂരിഭാഗം പേർക്കും കാണാൻ പറ്റിയിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരുടെ ഓറ പോസിറ്റീവാണ്. അപ്പം നിങ്ങൾ ആദ്യം ചെയ്യണം, നിങ്ങൾ ഓറ എല്ലാം ക്ലീൻ ചെയ്ത് നല്ലപോലെ നിങ്ങളുടെ പോസിറ്റീവ് അറ്റ്മോസ്ഫിയറും പോസിറ്റീവ് മൈൻഡ് സെറ്റും കൊണ്ടുവരാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിനുശേഷം വേണം ഈ ഒരു മെത്തേഡ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു മെത്തേഡ് ചെയ്യുക. അത് ഒരു ഇൻറ്റൻഷന് വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഡെയിലി ഒരേ ഇൻറ്റൻഷന് വേണ്ടി ചെയ്യണ്ട. അതായത് ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങളിന്ന് ചെയ്തു, നാളെയും അതേ കാര്യത്തിന് വേണ്ടി നിങ്ങൾ ചെയ്യണ്ട. ഇത് റെഗുലറായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല. നിങ്ങളുടെ സിറ്റുവേഷൻ പെട്ടെന്ന് ചേഞ്ച് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്കിത് ചെയ്യാം. അതല്ല, നിങ്ങളുടെ ഇൻറ്റൻഷനെ കുറിച്ച് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടുവാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ബാങ്ക് ബാലൻസ് കൂടി എന്നാണ് നിങ്ങൾ എഴുതിയിരുന്നെങ്കിൽ, അതല്ല ബാങ്കിൽ ഇത്ര രൂപ തന്നെ കൃത്യമായിട്ട് വേണം എന്ന് നിങ്ങൾക്ക് തോന്നുവാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അത് എഴുതിയിട്ട് നിങ്ങൾക്ക് ഒന്നുകൂടെ ചെയ്യാം. ഓക്കെ, കുറച്ചുകൂടെ ക്ലാരിറ്റി വരുവാണെങ്കിൽ അത് എഴുതി ചെയ്യാം. അല്ലാതെ ഒരേ ആഗ്രഹത്തിന് വേണ്ടി പിന്നെയും ചെയ്തുകൊണ്ടിരിക്കരുത്. ഓക്കെ, പിന്നെ നമുക്ക് ചെയ്യാവുന്നതെന്ന് പറഞ്ഞാൽ പുതിയൊരു കാര്യത്തിന് വേണ്ടി നിങ്ങൾക്ക് ചെയ്യാം. ഇന്ന് നിങ്ങളിപ്പോൾ ഒരു കാര്യത്തിന് വേണ്ടി ചെയ്തു, നാളെ നിങ്ങൾക്ക് വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ചെയ്യാം. ഓക്കെ, അതിൽ തടസ്സമൊന്നുമില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ഡിസൈഡ് റിയാലിറ്റീസ് എഴുതുന്ന സമയത്ത് ഒരിക്കലും നെഗറ്റീവായിട്ടുള്ള ഒരു വേർഡും നിങ്ങൾ രണ്ടാമത്തെ ക്ലാസ്സിൽ എഴുതി വയ്ക്കരുത്. ഓക്കെ, ഇപ്പം ഒരാൾക്ക് കുറച്ച് കടമുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം കടമുണ്ട് എന്നുള്ളതാണെങ്കിൽ രണ്ടാമത്തേതിൽ കടം മാറി എന്നൊരിക്കലും എഴുതാൻ പാടില്ല. കടം എന്ന് പറയുന്ന വാക്കൊരു നെഗറ്റീവ് വേർഡാണ്. നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം എഴുതരുത്. രണ്ടാമത്തേതിൽ സമ്പത്ത് കിട്ടിയെന്ന് എഴുതുവാണെങ്കിൽ പോലും കടം എന്നുള്ള വാക്ക് നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. അന്നത്തെ ക്ലാസ്സിൻ്റെ പവർ അനുസരിച്ചായിരിക്കും നിങ്ങളുടെ ഡിസയർ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ആവാൻ പോകുന്നത്. ഓക്കെ, നമ്മുടെ ഇൻസ്റ്റഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും ലിങ്ക് ഞാൻ
ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളെ പറയാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.